ജാഗ്രി ടീയാണ് ഇന്നുണ്ടാക്കുന്നത്. പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയാണ് ഇവിടെ ചേർക്കുന്നത്. അതിനായി ഏലക്ക പൊടിച്ചതും ഇഞ്ചിയുമാണ് എടുത്തിരിക്കുന്നത്. ഏലക്കായുടെ സീഡ്സ് പൊടിച്ചതാണിത്. ഫ്രഷ് ഇഞ്ചി ഇല്ലെങ്കിൽ ചുക്കിട്ടാലും മതി. ചുക്കെന്ന് പറയുമ്പോൾ ഡ്രൈ ജിഞ്ചർ. ഇഞ്ചി ചതച്ചെടുക്കണം. 1 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. അത് കാച്ചിയെടുക്കാം. തുടർച്ചയായി ഇളക്കി കൊടുത്താണ് പാൽ കാച്ചിയെടുക്കേണ്ടത്. അലുമിനിയം പാത്രത്തിലാണ് പാൽ കാച്ചുന്നതെങ്കിൽ ഇളക്കി കൊടുക്കാൻ വിട്ടുപോയാലും വലിയ പ്രശ്നം ചെയ്യത്തില്ല. പക്ഷേ സ്റ്റീൽ പാത്രത്തിലാണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പിടിക്കും. അതുകൊണ്ട് പാൽ കാച്ചുമ്പോൾ തുടർച്ചയായി ഇളക്കി കൊടുക്കണം. പാൽ ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വെള്ളം തിളപ്പിക്കണം. ഇവിടെ 1.5 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. 1/2 കപ്പ് വെള്ളം കൂടുതൽ ഒഴിക്കുന്നതിന് ഒരു കാരണമുണ്ട്. വെള്ളം തിളച്ചു തുടങ്ങിയാൽ ഇഞ്ചി ചതച്ചതും ഏലക്കാപ്പൊടിയും ചേർക്കണം. ഒരു 2 മിനിറ്റ് അങ്ങനെ കിടന്ന് തിളയ്ക്കട്ടെ. എന്നാൽ മാത്രമേ അതിൻ്റെ സത്തൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങിയുള്ളൂ. ഫ്ലെയിം ചെറുതായിട്ടൊന്ന് കുറയ്ക്കാം. ഓരോ സ്റ്റേജിലും ഇതേമാതിരി 2 മിനിറ്റൊക്കെ തിളപ്പിക്കുമ്പോൾ വെള്ളം വറ്റിപ്പോകും. അതുകൊണ്ടാണ് 1/2 കപ്പ് കൂടുതൽ വെള്ളം ഒഴിച്ചത്. ശർക്കരപ്പൊടി ചേർക്കാം. കല്ലും മണ്ണും ഒന്നും ഇല്ലാത്ത ശർക്കരപ്പൊടി ഇപ്പോൾ വാങ്ങാൻ കിട്ടുമല്ലോ, അതാണ് ഇതിലേക്ക് ചേർത്തത്. അതൊന്ന് മിക്സ് ചെയ്യാം. ഉപ്പുള്ള ശർക്കര ചേർക്കരുത് കേട്ടോ. ഇനി അതിലേക്ക് ചായപ്പൊടി ചേർക്കാം. ഇവിടെ 1 ടേബിൾ സ്പൂൺ ചായപ്പൊടിയാണ് ഞാൻ എടുത്തത്. നമ്മുടെ കയ്യിലുള്ള ചായപ്പൊടിയുടെ സ്ട്രെങ്ത് നമുക്ക് അറിയാൻ കഴിയുമല്ലോ, അപ്പോൾ അതനുസരിച്ച് ചായപ്പൊടി എടുക്കണം. ഇനി കാച്ചി വെച്ചിരിക്കുന്ന പാൽ അതിലേക്ക് ഒഴിക്കാം. പാലും കട്ടൻ ചായയും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഈ ചായയിൽ കൂടുതൽ സ്പൈസസ് ഒന്നും ഇടണ്ട. ഏലക്കായും ഇഞ്ചിയും മാത്രം മതി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്ത് ചായ അരിച്ചെടുക്കാം. ചായ ഒരു മഗ്ഗിലേക്ക് ഒഴിക്കുകയാണ്. സാധാരണ ചായക്കടകളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒഴിച്ചൊന്ന് പതപ്പിച്ചെടുക്കത്തില്ലേ, അതേമാതിരി ചെയ്യണം. അങ്ങനെ കൂടി ചെയ്തെടുക്കുകയാണെങ്കിൽ ചായക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒരു 3 പ്രാവശ്യമൊക്കെ ചെയ്താൽ മതി, അല്ലെങ്കിൽ ചായ തണുത്തു പോകും. സെർവിങ് കപ്പിലേക്ക് ചായ ഒഴിക്കാം. അങ്ങനെ ജാഗ്രി ടീ ഉണ്ടാക്കി കഴിഞ്ഞു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ.